ഈ കഴിഞ്ഞ എക്സാം എഴുതി OMR എടുത്തേ. എല്ലാവരും ഈ കഴിഞ്ഞ എക്സാം എഴുതി OMR ബാക്കി എടുത്തേ. എല്ലാവരും ഈ കഴിഞ്ഞ എക്സാമിന് OMR എഴുതിയതിന്റെ ബാക്കി OMR എടുത്തേ. ഗുഡ് ഈവനിങ്. എടുത്തോ. ഫസ്റ്റ് 33 ക്വസ്റ്റ്യൻ ബാക്കി എടുത്തേ. എടുത്തോ? എല്ലാം എടുത്തോ? എല്ലാം എടുത്തോ? ആരെയും എടുക്കാനുണ്ടോ? ഇല്ല, എല്ലാരും എടുത്തല്ലോ. ഫസ്റ്റ് 33 ക്വസ്റ്റ്യൻ കഴിഞ്ഞ് ബാക്കി OMR എടുത്തോ? എടുത്തോ? പറഞ്ഞ് ചെറുത് പറഞ്ഞു. എടുത്തോ? എല്ലാം എടുത്തോ? എല്ലാരും പറയുന്നുണ്ട് എടുത്തോടെ. എടുത്തു. സോ അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കും. ഞാൻ ഇനി അടുത്തൊന്നും മിണ്ടത്തില്ല. നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻ ശേഷം പറയുക. 34 തൊട്ട് എഴുതിയേ. ഈ ഓരോ ക്വസ്റ്റ്യൻ എഴുതിയിട്ട് പറയുക. സാർ അടുത്ത കേട്ടോ ആക്കാൻ പറയുക. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ മതി. അടുത്ത നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ മാത്രം മതി. എഴുതിയോ? 34th ക്വസ്റ്റ്യൻ ഒരു പേപ്പറും പേന എടുത്ത് എഴുതിയാലും മതി, OMR എഴുതിയാലും മതി. എനിക്ക് എങ്ങനെയായാലും ഇത് ആൻസർ കിട്ടിയാൽ മതി. കേൾക്കുന്നുണ്ടോ? ഒരു പേപ്പറിലായാലും ഓർത്ത് OMR ഏറ്റവും ബെസ്റ്റ്. OMR ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ്. അതിൽ എനിക്ക് ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ ആൻസർ കൃത്യമായി എഴുതി തരിക. 34th ക്വസ്റ്റ്യൻ എഴുതിയോ? എല്ലാരും എഴുതിയോ? 34th ക്വസ്റ്റ്യൻ ആൻസർ എഴുതിയല്ലോ എല്ലാവരും? എഴുതി? ആരും എഴുതാനല്ലോ. നെക്സ്റ്റ് പറയട്ടെ. 35th ക്വസ്റ്റ്യൻ. 35th ആൻഡ് 36th എഴുതിയേ. 35th ആൻഡ് 36th എഴുതിയ എല്ലാവരും? The 35th and the 36th എഴുതിയേ. ഈ പറഞ്ഞ കയ്യിൽ OMR ഇല്ലാത്തവർ ഒരു പേപ്പറിലേക്ക് എഴുതുക. എനിക്ക് എങ്ങനെ ഉത്തരം കിട്ടിയാൽ മതി. എനിക്ക് ഉത്തരം കിട്ടിയാൽ മാത്രം മതി. അത് കുറച്ച് എഴുതിയോ? 35th and 36th എഴുതിയ എല്ലാവരും? ഒരു നിമിഷം മതി. ഒരു ക്വസ്റ്റ്യൻ എഴുതി. ഒരു ക്വസ്റ്റ്യൻ ഒരു നിമിഷം. എല്ലാവരും 35th and 36th ആയി. റാങ്ക് തരാം. 100 100 പോരെ? ഈ പറഞ്ഞ ആൻസർ തരുന്നത്, ഈ പറഞ്ഞ ആൻസർ എഴുതി തരുന്നത് 100 പോരെ? അതാ നല്ലത്. അതാവുമ്പോ അറിയാൻ പറ്റും അല്ലേ? അതാവുമ്പോ അറിയാൻ പറ്റും. അതാവുമ്പോ കൃത്യമായിട്ട് അറിയാൻ പറ്റും. അടുത്തത് 37 തൊട്ട് എഴുതിയേ. 37 ആൻഡ് 38 എഴുതിയേ. 37 ആൻഡ് 38 എഴുതിയേ. 37 ആൻഡ് 38. 37 38 വായിച്ചെഴുതി. "37 and 38th ക്വസ്റ്റ്യൻ വരെ വായിച്ചെഴുതി. 2 മിനിറ്റ്. എഴുതിയോ? എല്ലാം എഴുതിയോ? എഴുതി? എഴുതിയോ എല്ലാരും? സ്പീഡാവണം. എഴുതി. ആൻഡ് 39th നോക്കിയേ. ആൻഡ് 39 നോക്കിയടെ. 39 40 നോക്കിയേ. 39 40 നോക്കിയേ. എല്ലാവരും ഫോൺ റൊട്ടേറ്റ് മോഡ് ഇട്ട് നോക്കണം കേട്ടോ. എല്ലാവരും ഫോൺ റൊട്ടേറ്റ് മോഡ് ഇട്ട് നോക്കണം. സ്ക്രീൻ കാണാമല്ലോ എല്ലാവർക്കും?
38 എഴുതാറുണ്ടോ? 38 എഴുതാറുണ്ടോ? ആ 38 40 വരെ എഴുതി. 38 40 വെയിറ്റ് ഒരു നിമിഷം കൊടുക്കാം. ഇത്ര എഴുതിയോ? ഇത്ര എഴുതിയോ? ഇത്ര എഴുതിയോ? എഴുതിയോ? ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ഒക്കെ വരും. എഴുതിയോ? യെസ് യെസ്. ഇല്ല എഴുതി. ആൻഡ് ദ 41 തൊട്ട് എഴുതിയേ. ആൻഡ് ദ 41 തൊട്ട് ദ 45 വരെ എഴുതിയേ. 41 തൊട്ട് 45 വരെയുള്ള ക്വസ്റ്റ്യൻ എഴുതിയേ. ഇപ്പോൾ 40 എഴുതിയില്ലേ? 40 എഴുതിയില്ലേ? 40 നോക്കി എഴുതി. എഴുതിയില്ലേ? 40 എഴുതിയില്ലേ എല്ലാവരും? എഴുതി. 40 എഴുതിയല്ലോ എല്ലാവരും? എഴുതി. എഴുതിയില്ലേ? എഴുതിയല്ലോ. എഴുതി. ആൻഡ് 41 തൊട്ട് എഴുതി. 41 തൊട്ട് എഴുതി. 41 45 വരെ. എഴുതിയില്ലേ? എഴുതി. ഇനി ആർക്കെങ്കിലും ഇല്ലേ? ഞാൻ ഒരു ചാൻസ് കൂടെ തരാം. ഈ പറഞ്ഞ ഉത്തരം എഴുതുന്ന സമയത്ത് സാർ എനിക്ക് സംശയമാണെന്ന് ഇവിടെ എഴുതാം. സൈഡില് സ്മാൾ ആയിട്ട് ഈ പറഞ്ഞ ചെറിയ ഡൗട്ട് ഉണ്ടെന്ന് ഇവിടെ എഴുതോ. സാറിന് ഈ ഉത്തരം ചെറിയ സംശയമുണ്ട്, എനിക്ക് അറിഞ്ഞുകൂടാ. എഴുതോ. ഇവിടെ എല്ലാം എഴുതാനില്ല സാർക്ക്. അതാണോ ഇതാണോ ഡൗട്ട്? ഈ പറഞ്ഞ ഫസ്റ്റ് എ ആണോ ബി ആണോ ഡൗട്ട്? ആരെയും ഉണ്ടോ? അങ്ങനെ ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത് ഈ പറഞ്ഞ എ ആണോ ഓർ ദ ബി ആണോ ഓർ ദ സി ആണോ ഓർ ദ ഡി ആണോ? അങ്ങനെ രണ്ട് ഓപ്ഷൻ ഡൗട്ട് ആയിട്ടുള്ള സൈഡിൽ മാർക്ക് ചെയ്ത് വെക്കുക. അങ്ങനെ രണ്ട് ഓപ്ഷൻ അവിടെ ഡൗട്ട് ഉള്ള ആൾക്കാർ സൈഡിൽ മാർക്ക് എഴുതി വിടുക. എനിക്ക് ആൻസർ ഷീറ്റ് കാണുമ്പോൾ മനസ്സിലാക്കണം. ഓക്കെ, എനിക്ക് ആൻസർ ഷീറ്റ് കാണുമ്പോഴേ എനിക്ക് ആ കുട്ടികളെ കണ്ടുപിടിക്കാം. കാരണം ഉണ്ട്, അവർക്ക് സെപ്പറേറ്റ് പറഞ്ഞ് എല്ലാവരും പറഞ്ഞു തരാൻ വേണ്ടിയാണ്. എഴുതണം കേട്ടോ. എ ആണോ ബി ആണോ ഓർ സി ഡി ആണോ? സംശയമുണ്ട്, സ്മാൾ ആയിട്ട് എഴുതി വെച്ചാൽ മതി. അന്ത 45 എഴുതിയോ? അന്ത 45 വരെ എല്ലാവരും അറ്റൻഡ് ചെയ്തോ? എല്ലാവരും? ആരും ഇല്ലല്ലോ ഇനി? ആരും ഇല്ലല്ലോ? യെസ്, എല്ലാവരും ഉണ്ട്. എല്ലാവരും ഓക്കെ. അന്ത 46 തൊട്ട് 50 വരെ എഴുതി. അന്ത 46 തൊട്ട് 50 വരെയുള്ള ആൻസർ എഴുതി. 46 തൊട്ട് 50 വരെ ഓരോ ക്വസ്റ്റ്യൻ സ്വന്തമായിട്ട് വായിച്ച് ഈ പറഞ്ഞ എല്ലാ ഓപ്ഷനും വായിച്ച് കംപ്ലീറ്റ് ഈ പറഞ്ഞ എല്ലാ ഓപ്ഷനും വായിക്കണം.
സമയം തരാം. ആദ്യം ഇത്ര എഴുതുക. ഈ പറഞ്ഞ ഏതെങ്കിലും ക്വസ്റ്റ്യൻ വിട്ടുവിട്ട ആൾക്കാർ അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ആദ്യം ഇത്ര എഴുതുക. ഏതെങ്കിലും ക്വസ്റ്റ്യൻ വിട്ടു ആൾക്കാർ അവസരം കാണിച്ചു തരാം. നാൽപ്പത്തഞ്ച് കാണാമല്ലോ. 45. ഇത് ഈ പറഞ്ഞ എക്സാമിന്റെ ഇടയിൽ ഈ പറഞ്ഞ ക്ലാസ്സിൽ പോകുന്ന ആൾക്കാർ പേര് നോട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എക്സാമിൽ നിന്ന് ഈ പറഞ്ഞ ക്ലാസ്സിന്റെ ഇടയിൽ പോകുന്ന ആൾക്കാരുടെ പേര് നോട്ട് ചെയ്യുന്നുണ്ട്. അതിന് അവസാനമായി ഫസ്റ്റ് 50 വരെ എഴുതി എല്ലാവരും. അവസാനമായിട്ട് ഫസ്റ്റ് 50 വരെ. എഴുതിയോ? എല്ലാം എഴുതിയൂടെ? ഇനി എനിക്ക് കാര്യം പറയാനുള്ളത്, ഈ പറഞ്ഞ നിങ്ങൾ പറഞ്ഞ എല്ലാ സ്റ്റാഫ് നേഴ്സാണ്, എല്ലാവരും സ്റ്റാഫ് നേഴ്സാണ്. ഈ പറഞ്ഞ ഇന്ത്യ കേരളത്തിൽ എവിടെയെങ്കിലും ഇതേപോലെ എക്സാം നടന്ന സ്ഥലമുണ്ടോ? ഇതുപോലെ എക്സാം ഈ പറഞ്ഞ ഇന്ത് സമയം കളഞ്ഞ് ഒരാളുടെ സമയം കളഞ്ഞ് അയാൾ വന്നിരുന്ന് എക്സാം നടന്ന സ്ഥലം അവിടെ ഉണ്ടോ? ഉണ്ടോ? എല്ലാവരും ഓൺലൈൻ എക്സാം കൊടുക്കുമല്ലേ? എല്ലാവരും ഓൺലൈൻ എക്സാം കൊടുക്കും അല്ലേ? ഇപ്പൊ ഓൺലൈൻ എ ആണോ ബി ആണോ സി ആണോ എന്ന് ക്ലിക്ക് ചെയ്താൽ മതി. എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ എന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. കൊടുക്കാറുണ്ട്. പക്ഷെ അത് വേസ്റ്റാണ്, സമയം വേസ്റ്റ് അല്ലേ? വെറുതെ ആ നിങ്ങൾ ചെയ്ത സമയം വേസ്റ്റാണ്. ഒരു കാര്യമില്ല. ഇതേപോലെ എക്സാം എഴുതണം. ഫസ്റ്റ് 50 എഴുതിയോ? ഫസ്റ്റ് 50 ക്വസ്റ്റ്യൻ എഴുതിയോ? 50 ക്വസ്റ്റ്യൻ വരെ എഴുതിയോ? ഈ ഫസ്റ്റ് 50 വരെ എഴുതിയപ്പോൾ ടോട്ടൽ എത്ര ക്വസ്റ്റ്യൻ സംശയം വന്നു? ടോട്ടൽ എത്ര ക്വസ്റ്റ്യൻ സംശയം വന്നു? അത് സൈഡിൽ മാർക്ക് ചെയ്തോ? അതിനെ സൈഡിൽ മാർക്ക് ചെയ്തോ? സാറിന് സംശയമാണ്, ചെറിയ ഡൗട്ട് ഉണ്ട്. സത്യ കുഞ്ഞുങ്ങളെ, ഞാൻ സത്യം പറയുന്നു, ഒരിടത്തും നടത്തത്തില്ല. എഴുതിയോ? സൈഡിൽ എഴുതിയോ? സാർ എനിക്ക് ഇന്ന ക്വസ്റ്റ്യൻ ഡൗട്ട് ഉണ്ട്, ആ 2 ഓപ്ഷൻ ഡൗട്ട് ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് എല്ലാ ഓപ്ഷൻ അറിഞ്ഞുകൂടാ, ഞാൻ കേട്ടിട്ടില്ല. എഴുതിയല്ലോ. ഫസ്റ്റ് 50 എഴുതെങ്കിൽ അടുത്തത് ഈ പറഞ്ഞ 50 കഴിഞ്ഞ ക്വസ്റ്റ്യൻ തരട്ടെ. ഫസ്റ്റ് 50 കഴിഞ്ഞ ക്വസ്റ്റ്യൻ തരട്ടെ. ഫസ്റ്റ് 50 കഴിഞ്ഞ ക്വസ്റ്റ്യൻ തരട്ടെ. യെസ്, വെയിറ്റ്. സ്ക്രീൻ കാണാമല്ലോ? ഒരു നിമിഷം നോക്കിയേ, സ്ക്രീൻ ഇപ്പൊ വരും. സീസ് 51 എഴുതിയിരിക്കോ? അടുത്ത ക്വസ്റ്റ്യൻ സെറ്റ് ഫസ്റ്റ് 51 തൊട്ട് എഴുതിക്കോ കേട്ടോ. ഫസ്റ്റ് 1 കൊടുത്തിരിക്കുന്നത്. എല്ലാരും 51 കൊടുത്ത് എഴുതിക്കോളെ. 51 എന്ന് കൊടുത്ത് എഴുതിക്കോളൂ. സ്റ്റാർട്ട് ചെയ്തോളൂ. ആരാണ് ഈ പറഞ്ഞ ഹെൽത്ത് സർവേയും ആൻഡ് ദ ഡെവലപ്പ് കമ്മിറ്റിയുടെയും ചെയർമാൻ ആരാണ്? സർ ജോസഫ് ബോറാണോ? ഇത് മുതലിയാറാണോ? ഓർ ദ കർത്താർ സിംഗ് ആണോ? ഓർ ദ ശ്രീവാസ്തവയാണോ? ആരാണ് ഇത് ഹെൽത്ത് സർവേയും ആൻഡ് ദ ഡെവലപ്മെന്റ് ആണ്? ക്വസ്റ്റ്യൻ അതാണ്. ഡെവലപ്മെന്റ് ആണ് ക്വസ്റ്റ്യൻ, പ്ലാനിങ് അല്ല.
ദ ഹെൽത്ത് സർവേ ആൻഡ് പ്ലാനിംഗ് കമ്മിറ്റി ചോദിച്ചിരിക്കുന്നത്. ഹെൽത്ത് സർവേയും ആൻഡ് ഡെവലപ്മെന്റ് കമ്മിറ്റി ആരാണ്? എഴുതിയോ? എഴുതിയോ? ഇതൊരു ഇടയ്ക്ക് ലെഫ്റ്റ് ആൾക്കാർ മൊത്തം 3 പേരാണ്. ഇതൊരു ഇടയ്ക്ക് ലെഫ്റ്റ് ആൾക്കാരെ പേര് മൊത്തം 3 പേരെ പേര് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. ഇടയ്ക്ക് ലെഫ്റ്റ് ആൾക്കാർ 3 പേർ. 3 പേർ. ആ പേര് ഞാൻ ഗ്രൂപ്പിൽ ഇട്ടുതരാം. 3 പേർ. അത് സെക്കൻഡ് ക്വസ്റ്റ്യൻ എഴുതിയോ? സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇസ് 52ാമത്തെ ക്വസ്റ്റ്യൻ. സെൻട്രൽ സോഷ്യൽ വെൽഫെയർ ബോർഡ് വന്ന വർഷം 53, 65, 50, 51. വർഷങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫസ്റ്റ് 4 ക്വസ്റ്റ്യൻ വരെ എഴുതിയേ. ഫസ്റ്റ് 4 ക്വസ്റ്റ്യൻ വരെ. ഫസ്റ്റ് 4 ക്വസ്റ്റ്യൻ വരെ എഴുതി എല്ലാവരും. എഴുതിയോ? എഴുതിയോ? എല്ലാരും എ ആണോ ബി ആണോ സി എഴുതിയാ മതി. എഴുതിയോടെ? എല്ലാം എഴുതിയോ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോട്ടെ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോട്ടെ. ഈ ക്വസ്റ്റ്യൻ എവിടെ കണ്ടിട്ടുണ്ടോ? ഈ പറഞ്ഞ ഫോർത്ത് ക്വസ്റ്റ്യൻ എവിടെ കണ്ടിട്ടുണ്ടോ? ഈ പറഞ്ഞ ഫോർത്ത് ക്വസ്റ്റ്യൻ കഴിഞ്ഞ കേരള PSC എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു. ഈ പറഞ്ഞ സാനിറ്റേഷൻ സ്കീം വന്ന വർഷം അയ വർഷം. ഈ കാണുന്ന ചോദ്യത്തിൽ നിന്ന് ചോദിച്ച ചോദ്യമായിരുന്നു ദ വാട്ടർ സപ്ലൈയും ആൻഡ് ദ സാനിറ്ററി സ്കീം വന്ന വർഷം. ഏത് വർഷം? ആ ചോദ്യത്തിലുണ്ട്. ഇവിടത്തെ ചോദ്യത്തിന് ഉത്തരവുണ്ട്. 54 ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടെങ്കിലും ഈ ചോദ്യം എവിടെയും കണ്ടിട്ടുണ്ടോ? ഇന്ത്യയിൽ ആദ്യമായിട്ട് വാട്ടർ സപ്ലൈ ആൻഡ് ദ സാനിറ്ററി സ്കീം വന്ന വർഷമാണ് കേരള PSC ഇതുവരെയായിട്ട് കേരള ചോദിച്ച ക്വസ്റ്റ്യൻ. എഴുതിയോ? ഫസ്റ്റ് 4 എഴുതിയോ? 54 വരെ എഴുതിയല്ലോ. എഴുതി. 55ാമത്തെ 55ഉം 56ഉം വരെ എഴുതി. 55ഉം 56ഉം വരെ എഴുതി. ഈ പറഞ്ഞ 6ാമത്തെ ക്വസ്റ്റ്യൻ ഏതെങ്കിലും എക്സാം കണ്ടിട്ടുണ്ടോ? ഈ പറഞ്ഞ 6ാമത്തെ ചോദ്യം ഏതെങ്കിലും കേരള PSC എക്സാം കണ്ടിട്ടുണ്ടോ? 6ാമത്തെ ചോദ്യം. അതിന് ഉത്തരം അറിയാം. 1952 വന്നൊരു കമ്മിറ്റി ആരാടെ? അല്ലെങ്കിൽ അവിടുത്തെ പ്രോഗ്രാം ആരാ? 52 വന്നൊരു ഒരു പ്രോഗ്രാം ഉണ്ട്. 52 കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഉത്തരം ഉണ്ടോ? അല്ലേ ഉത്തരം ഉണ്ടോ അതിനകത്ത്? കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം അല്ലേ? അന്ന് വർഷം 52 ചോദ്യം കേരള PSC പ്രീവിയസ് എഴുതിയോ? ഇത് 56 എഴുതിയോ? 56 വരെ എഴുതിയല്ലോ. എഴുതി. 57 അതാ കിടക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ 57, 58 എഴുതിയേ. TNA ഫുൾ ഫോം ഓഫ് TNA. ഫുൾ ഫോം ഓഫ് TNA കാണുമ്പോൾ തന്നെ ഓർമ്മ വരും. പല എക്സാമിന് ചോദ്യം കാണും.
ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ വേറെ ക്വസ്റ്റ്യൻ ഓർമ്മ വന്നു. ഇത് ഫുൾ ഫോം ഓഫ് ദ DNA കണ്ടപ്പോൾ കേരള PSC എക്സാം ഇതുമായി ബന്ധപ്പെട്ട് പ്രീവിയസ് ചോദ്യമുണ്ട്. DNA വന്ന വർഷം കണ്ടിട്ടുണ്ട് ക്വസ്റ്റ്യൻ? ആരെങ്കിലും ഈ പറഞ്ഞ DNA വന്ന വർഷം ഏതാണ് ചോദ്യം? 1908. 1908 കണ്ടിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ് ഇവിടെ ഉള്ളത്. ഈ പറഞ്ഞ DNA ഫുൾ ഫോം എന്താണ് ചോദിക്കും. എല്ലാവർക്കും വർഷം അറിയാം, 1908 എന്നറിയാം, പക്ഷെ ഇതുകൂടെ പഠിക്കണം. ഫുൾ ഫോം എന്താണ്? എന്താണ്? ട്രെയിനിങ് ഇൻ ദ നഴ്സിംഗ് ആണോ, ഓർ ദ ട്രെയിൻഡ് നഴ്സസ് ആണോ, ഓർ ദ ട്രെയിൻ നഴ്സസ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ ആണോ, ഓർ ദ ട്രെയിനിങ് ഇൻ ദ നഴ്സസ് ആണോ, ഓപ്ഷൻ എ ആണോ, ദ ബി ആണോ, ഓർ ദ സി ആണോ, ഓർ ദ ഡി ആണോ? എഴുതുക. അടുത്ത 8ാമത്തെ ചോദ്യം, ദ നാഷണൽ ദ ഫൈലേറിയ കൺട്രോൾ പ്രോഗ്രാം വന്ന വർഷം 1950 തൊട്ട് 55 ഇടയിൽ വരുന്നൊരു കാര്യമാണ്. 50 തൊട്ട് 55 ഇടയിൽ പഠിക്കുന്ന കാര്യമാണ് നാഷണൽ ഫൈലേറിയ കൺട്രോൾ പ്രോഗ്രാം. എഴുതിയല്ലോ, എഴുതിയല്ലോ, എഴുതി. നെഗറ്റീവ് പറഞ്ഞുതരാം. നിങ്ങൾ അത് എഴുത്, 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 എഴുത്. ഞാൻ പിടിച്ചിട്ട് എഴുതിപ്പിക്കുകയാണ്, വേറെ ആരും ചെയ്യത്തില്ല. എഴുത്. അടുത്ത 59 ക്വസ്റ്റ്യൻ എഴുതിയ. 59 ചോദ്യം ഫാമിലി പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അറിയാം, എന്താ കമ്മ്യൂണിറ്റി ഫാമിലി പ്ലാനിങ് പഠിക്കും, ആൻഡ് ദ കോൺട്രാസെപ്റ്റീവ് ദ മെത്തേഡ്സ് ഉള്ള പഠിക്കും. ഈ പറഞ്ഞ കംപ്ലീറ്റ് ദ ജനറേഷൻ പ്ലാനിങ് പഠിക്കും അല്ലെ. ദ ഫസ്റ്റ് ജനറേഷൻ IUD, സെക്കൻഡ് ജനറേഷൻ IUD, ആൻഡ് തേർഡ് ജനറേഷൻ IUD, ഫോർത്ത് ജനറേഷൻ പഠിക്കും. അവിടെ വരുന്ന ചോദ്യമാണ് ഫാമിലി പ്ലാനിങ് വന്ന വർഷം ഏതാണ്? ഏത് വർഷം? 50, 58, 48, 52 ഏതായിരിക്കും? ഇന്ത്യയിൽ ഫസ്റ്റ് വന്ന വർഷം. ഫസ്റ്റ് വന്ന വർഷം എഴുതിയോ? എഴുതിയല്ലോ. ഇത് ക്വസ്റ്റ്യൻ 59 എഴുതിയല്ലോ. 59. ഓക്കെ. 60. 60ാമത്തെ ചോദ്യം നോക്കിയേ. 60 വായിച്ചില്ല. എല്ലാ വർഷങ്ങളാണോ അല്ലേ? ശ്രദ്ധിച്ചാണെങ്കിലും എല്ലാ വർഷങ്ങളല്ലേ? എല്ലാ വർഷങ്ങളല്ലേ? യെസ്. ഇന്ത്യയിൽ എപ്പോഴാണ് ഈ പറഞ്ഞ ഫാമിലി പ്ലാനിങ് ഇസ് ദ പ്രോഗ്രാമിനെ അവിടുത്തെ പേര് മാറ്റി ദ ഫാമിലി ദ വെൽഫെയർ പ്രോഗ്രാം ആക്കി മാറ്റിയ വർഷം? ഏത് വർഷം അവിടെ? 1900. ഇത്രയും പറഞ്ഞേ. 1900. അറിയാം. എഴുതി. എഴുതിയോ? എല്ലാം എഴുതിയോ? ഈ പറഞ്ഞ എക്സാം ഇല്ലേ, ഈ പറഞ്ഞ എക്സാം അത് പതിയെ പതിയെ ഈ സമയം മാറിയിട്ട് ഇനി എപ്പോഴാക്കുന്നു അറിയാമോ? ഇന്ന് ഏർലി മോർണിംഗ് ആക്കും ഈ പറഞ്ഞ എക്സാം. ഇത് പതിയെ പതിയെ നിങ്ങൾ കുറെ കാര്യം പഠിപ്പിച്ച ശേഷമില്ലേ, നിങ്ങൾ കുറെ ഇന്ന തിയറി കുറെ പഠിപ്പിച്ച ശേഷം അത് രാവിലെ ഏർലി മോർണിംഗ് ആക്കും. 5 മണി 5:30, 5 മണി 5:30 അപ്പോഴാക്കും. എന്റെ ഈ പറഞ്ഞ 2020, 2021 ഉള്ള ആൾക്കാർക്ക് അറിയാം. 5 മണി ക്ലാസ് ഉണ്ടായിരുന്നല്ലോ. ഇതിനകത്ത് ആരെങ്കിലും ഉണ്ടോ? ഇതിനകത്ത് ആരെങ്കിലും ഉണ്ടായിരുന്നു? എന്റെ പഴയ ബാച്ചിലുള്ള ആരെങ്കിലും ഉണ്ടോ? 2020, 2021 ഉണ്ടായിരുന്നു. രാവിലെ 5 മണി ക്ലാസ് ഉണ്ടായിരുന്നു. രാവിലെ 5 മണിക്ക് ഏർലി മോർണിംഗ് ക്ലാസ് ഉണ്ട്. 5 മണി സമയത്തിന്റെ ഏർലി മോർണിംഗ് ക്ലാസ് ഉണ്ട്. അങ്ങനെ അടുത്ത് തുടങ്ങും. ഓക്കെ. എഴുതിയല്ലോ. എത്ര ക്വസ്റ്റ്യൻ വരെ എഴുതി? 13 വരെ എഴുതിയോ? 13 എഴുതിയോ? 63 വരെ എഴുതിയോ? 63 വരെ എഴുതിയോ? ഇന്ത്യയിൽ എപ്പോഴാണ് ദ BCG വാക്സിനേഷൻ സ്റ്റാർട്ട് ചെയ്ത വർഷം? ഇന്ത്യയിൽ ഏത് വർഷമാണ് ദ BCG വാക്സിനേഷൻ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത വർഷം? 63ാമത്തെ ചോദ്യം.
എഴുതിയല്ലോ, എഴുതിയല്ലോ. അടുത്ത പോട്ടെ, അടുത്ത. ഓക്കെ, 63. 63. എല്ലാവരും സ്പീഡ് കൂടി, സ്പീഡ് കൂടി. 64, 65, 66 എഴുതിയ. 64, 65, 66 വരെ എഴുതിയ. 64, 65, 66. ഇന്ത്യ വാസ് ഡിക്ലെയർഡ് ഫ്രം ദ ഫ്രീ ഫ്രം ദ സ്മാൾ പോക്സ്. വർഷം, മാസം ആൻഡ് ദ ഡേറ്റ്. ഈ ക്വസ്റ്റ്യൻ സ്ഥിരം കേരള പീസ് എക്സാം ചോദ്യമാണ്. കണ്ടിട്ടുണ്ടോ? ആരും കണ്ടിട്ടുണ്ടോ ചോദ്യം? ഏത് വർഷമാണ്, ഏത് മാസമാണ്, ഏത് ഡേറ്റ് ചോദിച്ചിട്ടുണ്ട് ചോദ്യം. ഓരോ ക്വസ്റ്റിനും വായിച്ച് ഉത്തരം എഴുതുക. ഓരോ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ച് ഉത്തരം എഴുതുക. എഴുതിയോ? എഴുതിയോ? 64, 65, 66 വരെ, 66 വരെ. അടുത്തിലോട്ട് പോട്ടെ, അടുത്തിലോട്ട് പോട്ടെ. ഈ പറഞ്ഞ എക്സാം ഹാളിലേക്ക് ഫീൽ ഉണ്ടോ? ഈ പറഞ്ഞ എക്സാം ഹാളിലേക്ക് ഫീൽ ഉണ്ടോ? ആ എക്സാം ഞാൻ കാണത്തില്ല, എക്സാം ഹാളിൽ ഞാൻ കാണത്തില്ല, പക്ഷെ ശബ്ദം ഓർമ്മ വരും. ആ എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻ വായിക്കത്തില്ലേ, അപ്പൊ എന്റെ ശബ്ദം ഓർമ്മ വരണം. 500 എക്സാം അറ്റൻഡ് ചെയ്യുമ്പോഴേ ആ എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ അവിടെ ഒന്നും കയ്യിലില്ലെങ്കിലും, ഒരു സ്റ്റഡി നോട്ട് പോലും കയ്യിലില്ലെങ്കിലും എന്റെ ശബ്ദങ്ങൾ ഓർമ്മ വരും, ഉറപ്പായും വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 17, 18 എഴുതിയേ. 17 എഴുതിയ. ആദ്യം ആദ്യം 17 എഴുതിയേ. നെക്സ്റ്റ് 17 എഴുതിയേ. 17 ചോദ്യം എഴുതിയേ. ആ ക്വസ്റ്റ്യൻ വായിച്ചു അങ്ങോട്ട് ചോദ്യമാണ്. സ്കെലിറ്റൽ സിസ്റ്റവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. സ്കെലിറ്റൽ സിസ്റ്റവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. എഴുതിയോ? 17 എഴുതിയോ? 17 എഴുതിയോ? അറുപത്തിയേഴ്. ദിവസം നൂറാൻ പറയണേ. എഴുതില്ലോ, സമയം കൂടുതലായി. നെക്സ്റ്റ്, 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 നെക്സ്റ്റ്. അടുത്തത് 18 വയസ്സ്. 18 വയസ്സ്. 68ാമത്തെ വയസ്സ് എല്ലാവരും.
എഴുതിയോ? യെസ്. അടുത്തോട്ട് പോട്ടല്ലോ. എഴുതിയല്ലോ എല്ലാവരും? യെസ്. 69 എഴുതിയ. 69 and 70 and 71. 69 തൊട്ട് and 71 വരെ എഴുതി. ഇത് ഫീവർ ആണോ, അവിടുത്തെ പെയിൻ ആണോ, അവിടുത്തെ ഡിസ്നെസ് ആണോ, വൊമിറ്റിംഗ് ആണോ? ഇന്ന് ഡിയോഡർ അൾസറിൽ വരുന്ന ദ പ്രൈമറി ഇനിഷ്യൽ സിംറ്റം. എഴുതിയല്ലോ. സമയം പോകുന്നു, സമയം കഴിയുന്നു, സമയം പോകുന്നു. ഈ മൂന്നും എഴുതിയല്ലോ. എഴുതിയല്ലോ എല്ലാരും. സമയം പോകുന്നു. ടൈം മാനേജ് ഇമ്പോർട്ടന്റ് ആണ്. അത് 72, 73, 74. 72, 73, 74 വരെ. 72ാമത് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഇൻ ദ ടൈപ്സ് ഓഫ് ദ ഡയറ്റ് എന്നാണ്. എഴുതിയില്ലേ? നോക്കി എഴുതിക്കും. എഴുതിക്കും. 73 എഴുതി. 73. ഇൻ ദ ടൈപ്സ് ഓഫ് ദ ഡയറ്റിൽ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഏതെങ്കിലും എക്സാംസിൽ ഇൻ ദ ടൈപ്സ് ഓഫ് ദ ഡയറ്റിൽ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടോ? ഒരു ചോദ്യം ഉണ്ടായിരിക്കും, അല്ലെ ഒരു ചോദ്യം എപ്പോഴും ഉണ്ടായിരിക്കും. എല്ലാ ചോദ്യം പേപ്പറിലും ആ സ്ഥിരം നിങ്ങൾ കാണുന്ന ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നെഫ്രോഡി സിൻഡ്രോമായി ബന്ധപ്പെട്ടല്ലേ? ഇതുവരെയായിട്ട് ഏതൊരു കേരള PSC എക്സാം നോക്കിയാൽ ഇറ്റ്സ് ദ CKD ഓർ ദ നെഫ്രോഡി സിൻഡ്രോം ഓർ ദ നെഫ്രോഡി സിൻഡ്രോം കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? കണ്ടിട്ടുണ്ടോ ഇൻ ദ നെഫ്രോഡി സിൻഡ്രോം ചോദ്യം ഇൻ ദ ഡയറ്റിൽ നിന്ന്? സ്ഥിരം ചോദ്യമാണ്. അതുപോലെ ചോദ്യം ഇവിടെ വന്നിരിക്കുന്നത് ഉണ്ട്. ചോദിക്കും, ഇൻ ദ ഡയറ്റ് ക്വസ്റ്റ്യൻ ഉണ്ട്. എല്ലാം ഉൾപ്പെടുത്തി ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത് ഉണ്ട്.
എഴുതിയോടെ? നെക്സ്റ്റ് എഴുതിയല്ലോ, എല്ലാം എഴുതിയല്ലോ. ഫസ്റ്റ് 70 എഴുതിയല്ലോ, 73 എഴുതിയല്ലോ, എല്ലാം എല്ലാം. നെക്സ്റ്റ് 74. അത് 74 എഴുതിയേ, 74 എഴുതിയേ, 74. ട്രക്യൂസ്റ്റമി ബന്ധപ്പെട്ട കോംപ്ലിക്കേഷൻ ഏതാണ്? എഴുതിയോ? സി ഓർ ബി ഓർ സി ഓർ ഡി? എഴുതി. നെക്സ്റ്റ് 75. 75 വായിച്ചേ. എന്ത് ക്രേനിയൽ നെർവ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ? അല്ലേ? എന്ത് ക്രേനിയൽ നെർവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. എത്രാമത്തെയാണ് ഈ പറഞ്ഞ ഈ സബ്ഡസിന് എത്രാമത്തെയാ? എത്രാമത്തെ നെർവ? പറ എത്രാമത്തെയാ? 5ആണോ 6ആണോ 7ആണോ? 6. 6അല്ലേ? 6അല്ലേ? അപ്പൊ ചെറിയൊരു ബ്രേക്കറിന് പകരം ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഒരു ചെറിയ ബ്രേക്ക് തരുന്നതിന് പകരം പേന താഴെ വെച്ചിട്ട് സ്മെല്ലിനുള്ള ആളാരാ? സ്മെല്ലിനുള്ള ആളാരാ? ചുമ്മാ പറഞ്ഞാൽ മതി, ഒന്നും എഴുതണ്ട, പറഞ്ഞാൽ മതി. ഓൾ ഫാക്ടറി അല്ലേ? സ്മെല്ലിനുള്ള ആരാ? ഓൾ ഫാക്ടറി. ആൻഡ് വിഷനുള്ള ആരാ? വിഷൻ ഈസ് ഓപ്റ്റിക് അല്ലേ? വിഷൻ ആണെങ്കിൽ ആരാ? ഓപ്റ്റിക്. ആൻഡ് ഐ മൂവ്മെന്റ് സഹായിക്കുന്ന ആരാ? ആൻഡ് ഐ മൂവ്മെന്റിനും സഹായിക്കുന്നതും ഓർ ദ പാപ്പുലറി മൂവ്മെന്റ് ഈസ് ഓക്കുലോമോട്ടർ ഉണ്ടോ? അതുപോലെ തന്നെ ഐ മൂവ്മെന്റ് സഹായിക്കുന്ന വേറെ ആരെങ്കിലും ഉണ്ടോ? ഐ മൂവ്മെന്റ് സഹായിക്കുന്ന വേറെ ആരെങ്കിലും ഉണ്ടോ? ദ ഫോർത്ത് ആരാ? ഡ്രോ ക്ലിയർ ഉണ്ടോ? ഫോർത്ത് ഉണ്ടോ? ഉണ്ട്. ആൻഡ് ഐ മൂവ്മെന്റ് സഹായിക്കുന്ന വേറെ ആരെങ്കിലും ഉണ്ടോ? അവിടെയാണ് ഇവിടെ ചോദ്യം വന്നിരിക്കുന്നത്. ആറാമത്തെ ആളുടെ പേരെന്താ? അബ്ഡസെന്റ് അല്ലേ? സോ ഇൻ ദ ഐ മൂവ്മെന്റ് സഹായിക്കുന്ന ഇത് ക്രേനിയൽ നെർവ് എത്ര എണ്ണം ഉണ്ട്? അതിന്റെ നമ്പർ പറഞ്ഞേ. തേർഡ് ഉണ്ട്, ആൻഡ് ഫോർത്ത് ഉണ്ട്, ആൻഡ് 6. 3 4 6 അങ്ങനെ പഠിക്കുക. ഏതൊക്കെയാ? 346. 346 കോഡ് ഉണ്ടാക്കിയോ? 346 അല്ലേ? 346 എന്ത് സഹായിക്കുന്നത്? 346 ഐ മൂവ്മെന്റിന് സഹായിക്കുന്നത്. ഇത് ക്രേനിയൽ നെർവ് ചോദിച്ചാൽ 346. 3 4 6. In the facial symmetry സഹായിക്കും. ഫേഷ്യൽ സിമട്രി എത്രാമത്തെയാ? 6ആമത്തെ അല്ലേ? 7ആമത്തെയോ? 7ആമത്തെയോ? ചെറു പറഞ്ഞേ. ഫേഷ്യൽ സിമട്രി 7. ഫേഷ്യൽ വരുന്നത് എത്രയാമത്തെയാ? 7. അതുപോലെ ചോദ്യമുണ്ട്. ഇൻ ദ ഐലിഡ്സിന്റെ ക്ലോഷറിന് സഹായിക്കുന്നത് 5ആണോ 6ആണോ 7ആണോ? ഐലിഡ്സിന്റെ ക്ലോഷർ 7. ഐലിഡ്സിന്റെ ക്ലോഷർ ചോദിച്ചാൽ 7 അല്ലേ? ഐലിഡ്സിന്റെ ക്ലോഷർ ചോദിച്ചാൽ 7. ആൻഡ് ഐ മൂവ്മെന്റ് ചോദിച്ചാലോ? ഐ മൂവ്മെന്റ് ആണെങ്കിൽ 346. അല്ലേ? മറക്കരുത്, ഐ മൂവ്മെന്റ് ആണെങ്കിൽ 346. ഐലിഡിന്റെ ക്ലോഷർ ആണെങ്കിലോ? 7. ആൻഡ് ദ ഹിയറിങ്ങിനും
ആൻഡ് ദ വിഷനും ആൻഡ് ദ ബാലൻസിനും സഹായിക്കുന്ന ആളാരാ? ആൻഡ് ദ ഹിയറിങ്ങിനും വിഷനും ബാലൻസിനും. എട്ടാമത്തെ ആളുടെ പേരെന്താ? എട്ടാമത്തെ ആളുടെ പേരെന്താ? ഇത് വെസ്റ്റിബുലർ കോക്ലിയർ അല്ലേ? വെസ്റ്റിബുലോ കോക്ലിയർ. വെസ്റ്റിബുലോ കോക്ലിയർ ഹിയറിങ്ങിനും വിഷനും ബാലൻസിനും സഹായിക്കും. ആൻഡ് ദ സോളോയിങ് ദ റിഫ്ലക്സിന് സഹായിക്കുന്നത് രണ്ടുപേരും അരയ്ക്കുക. സോളോയിങ് റിഫ്ലക്സിന് സഹായിക്കുന്നത് രണ്ടുപേരും അരയ്ക്കുക. എട്ടാമത്തെ ഒമ്പതിന്റെ പേരെന്താ? എട്ടാമത്തെ ഒമ്പതിന്റെ പേര് ഇത് ഗ്ലോസോഫാരിഞ്ചിലും ആൻഡ് ദ വാഗസുമാണോ? ആണോ? അതോ 8ഉം 10ഉം ആണോ? അത് 9ഉം 10ഉം ആണോ? ആലോചിച്ച് പറയാ. സോളോയിങ് റിഫ്ലക്സ് എന്ന് പറയുമ്പോൾ 9ഉം 10ഉം ആണോ? 8ഉം 10ഉം ആണോ? 9ഉം 10ഉം ആണോ? 8ഉം 10ഉം ആണോ? കൺഫ്യൂഷൻ ആകരുത്. 9ഉം 10ഉം ആണോ? 8ഉം 10ഉം ആണോ? സോളോയിങ് റിഫ്ലക്സ്. ഈ പറഞ്ഞ 9ാമത്തെ ആളാരാ? 9ാമത്തെ ആളുടെ പേര് ഇത് ഗ്ലോസോഫാരിഞ്ചൽ അല്ലേ? 9 ആവുമ്പോൾ ഇത് ഗ്ലോസോഫാരിഞ്ചൽ. ആൻഡ് ദ 10ാമത്തെ ആളുടെ പേരെന്ത്? ദ വാഗസ് അല്ലേ? 10ാമത്തെ ആളുടെ പേരെന്താ? ദ വാഗസ്. 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 ഇനി ആൻഡ് ദ മസ്കുലർ ദ മൂവ്മെന്റ് സഹായിക്കുന്ന ആളുടെ പേരെന്താ? ദ മസ്കുലർ മൂവ്മെന്റും ആൻഡ് ദ ഡ്രൂപ്പിംഗ് ഓഫ് ദ മസിൽസിനും സഹായിക്കുന്ന ആരാ? ആ നെർവ് ഏതാ? കേരള പ്രീവിയസ് ചോദ്യമായിരുന്നു. ദ മസ്കുലർ മൂവ്മെന്റ് ഓർ ദ ഡ്രൂപ്പിംഗ് ഓഫ് മസിൽസ് സഹായിക്കുന്ന പേരെന്താ? സ്പൈനൽ അസസറി വരുന്നത് എവിടെയാ? സ്പൈനൽ അസസറി ദ നെർവ് വരുന്നത് 10 ആണോ 11 ആണോ 12 ആണോ? 11. 11. ഈ നിങ്ങളുടെ എല്ലാവരുടെയും സുന്ദരമായി നാക്കിന്റെ മൂവ്മെന്റ് സഹായിക്കുന്ന ദ ടങ് മൂവ്മെന്റ് സഹായിക്കുന്ന പേരെന്താ? 12ാമത്തെ ആളുടെ പേരെന്താ? ഇത് ദ ഹൈപ്പോഗ്ലോസിയൽ നെർവ് അല്ലേ? അപ്പൊ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഇതുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞ 75ാം ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ കറക്റ്റ് നമ്പർ മാത്രം പറഞ്ഞാൽ മതി. ഞാൻ ചോദ്യം ചോദിക്കുമ്പോൾ അവിടെ കറക്റ്റ് നമ്പർ മാത്രം പറയൂ. ഒന്ന് ഫുൾ ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ആ കറക്റ്റ് നമ്പർ മാത്രം പറയൂ. നമ്പർ പറയോ? ദ ഹിയറിംഗ് ആൻഡ് ദ വിഷൻ ആൻഡ് ദ ബാലൻസ് ആരാ? ദ ഹിയറിംഗ് ആൻഡ് ദ വിഷൻ ആൻഡ് ദ ബാലൻസ്. ഇവ 3 പേർക്കും. ഇവ 3 പേരുമാണെങ്കിൽ ആര് വരും? 8. അടുത്ത ചോദ്യം. സ്മൈൽ ഉണ്ട് ആൻഡ് ദ സിമട്രി ഉണ്ട് ആൻഡ് ദ ക്ലോഷർ ഓഫ് ദ ഐലിഡ്സ് ഉണ്ട്. ആര് വരും? സ്മൈൽ, സിമട്രി ആൻഡ് ദ ക്ലോഷർ ഓഫ് ഐലിഡ്സ്. 7. സ്മെല്ലിനാര്? സ്മെൽ 1. ആൻഡ് ഐ മൂവ്മെന്റ് എത്ര പേരുണ്ട്? ആൻഡ് ഐ മൂവ്മെന്റ് ആണ് എത്ര പേരുണ്ട്? 3, 4, 6. 346. ഈ സംസാരിക്കുമ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ മൗത്ത് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്ന ആരാ? സംസാരിക്കുമ്പോൾ ഇൻ ദ മൗത്ത് ഓപ്പൺ ചെയ്യാൻ സഹായിക്കുന്നത് ആരാ? 5ാമത്തെ ആളുടെ പേരെന്താ? ദ ട്രൈജിമിനലാണോ? ട്രൈജിമിനൽ. ആ 5ാമത്തെ ആൾ ഈ പറഞ്ഞ മൗത്ത് ഓപ്പൺ ചെയ്യാൻ സഹായിക്കും. ഇനി ആ പറഞ്ഞ മൗത്തിനകത്തുള്ള ദ ടങ് മൂവ്മെന്റ് സഹായിക്കും. 5ാമത്തെ ആൾ ദ മൗത്ത് ഓപ്പൺ ചെയ്യാൻ സഹായിക്കുമെങ്കിൽ ആ മൗത്തിനകത്തുള്ള ദ ടങ് മൂവ്മെന്റ് സഹായിക്കും. ആരെ? 12ാമത്തെ ആരാ? 12ാമത്തെ ആരാ? 12. ഇത് ഹൈപ്പോഗ്ലോസിയൽ അല്ലെ? അല്ലേ? ഈ ഒരു ക്വസ്റ്റ്യൻ എത്ര കിട്ടിയോ? എഴുതിയോ? 75 ചോദ്യം വെച്ച് ഇത്രയും കിട്ടിയോ? ഓർമ്മ വയ്ക്കണം കേട്ടോ. യെസ്, ഇത്രയും കിട്ടി. അടുത്ത ചോദ്യം. അത് 76ാമത്തെ. 76. 76, 77, 78 എഴുതിയേ. മസ്കുലോ സ്കെലറ്റൽ സിസ്റ്റവുമായി ബന്ധപ്പെട്ട്
ടാലസ് കാൽക്കേഡിയസ്. എഴുതിയല്ലോ. 76, 77, 78. ഓർഗാനോ ഫോസ്ഫോറസ് പോയിസണിങ് ഉണ്ടാക്കുന്ന കൊടുക്കുന്ന എന്താ കൊടുക്കും? അവിലാണോ, അട്രോപ്പിനാണോ, അഡ്രിനാലാണോ, അമിനോഡെറോണോ? ഈ ക്വസ്റ്റ്യൻ ആരും കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? ഈ ക്വസ്റ്റ്യൻ കേരള PSC എക്സാമിന് സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. ഈ ആന്റിഡോട്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ആന്റിഡോട്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ശരിയല്ലേ? ആന്റിഡോട്ടുമായി ബന്ധപ്പെട്ട ചോദ്യമുണ്ട്. എഴുതിയോടെ. എഴുപത്തിനാല് എഴുതുന്നുണ്ടോ? 74 എഴുതുന്നുണ്ടോ? 74 എഴുതി വഴിയുടെ 74 എഴുതിയല്ലോ. 74 എഴുതിയല്ലോ. എഴുതി. മതി മതി. ഈ 77 ക്വസ്റ്റ്യൻ കണ്ടോ എല്ലാവരും? ഈ 77 ചോദ്യം എഴുതി ആരെങ്കിലും? എഴുതിയോ? എഴുതി. ചോദ്യം വന്ന സ്ഥലം എവിടെ? ആന്റിഡോട്ട് അല്ലേ? ആന്റിഡോട്ട് അല്ലേ? ആന്റിഡോട്ട് അല്ലേ? അപ്പൊ ചോദ്യം അതുമായി ബന്ധപ്പെട്ട ചോദ്യം പറഞ്ഞുതരാം. ഇൻ ദ ഡിജോക്സിൻ ടോക്സിൻ കൊടുക്കുന്ന എന്താ? ഇൻ ദ ഡിജോക്സിൻ ടോക്സിസിറ്റി കൊടുക്കുന്ന ആന്റിഡോട്ട് ഏതാ? കേരള PSC പ്രീവിയസ് ചോദ്യം. ദ ഡിജി ബൈൻഡ് കേട്ടിട്ടുണ്ടോ? ദ ഡിജി ബൈൻഡ് അല്ലേ? ഡിജി ബൈൻഡ്, ദ ഡിജി ബൈൻഡ് എന്ന് വിളിക്കും. ആൻഡ് അട്രോപ്പിൻ ആണെങ്കിലോ, അട്രോപ്പിന്റെ ആന്റിഡോട്ട് ആരാ? ദ ഫൈസോ സ്റ്റിക്കിംഗ് കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? അട്രോപ്പിൻ 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 കേട്ടിട്ടുണ്ടോ? ഫൈസോ കേട്ടിട്ടുണ്ട്. ആൻഡ് ദ ബീറ്റാ ബ്ലോക്കറിന്റെ ആന്റിഡോട്ട് ആരാ? ആൻഡ് ദ ബീറ്റാ ബ്ലോക്കറിന്റെ ആന്റിഡോട്ട് ആരാ? ദ ഗ്ലൂക്കഗോൺ. ദ ഗ്ലൂക്കഗോൺ. ഗ്ലൂക്കഗോൺ കേട്ടിട്ടുണ്ടല്ലോ. ദ ബീറ്റാ ബ്ലോക്കർ ആണെങ്കിൽ ആന്റിഡോട്ട് ആരാ? ദ ഗ്ലൂക്കഗോൺ. ഗ്ലൂക്കഗോൺ. ആൻഡ് ഇവിടെ ചോദ്യം അടുത്ത ഓർഗാനോ ഫോസ്ഫറസ് ആണെങ്കിൽ, ഓർഗാനോ ഫോസ്ഫറസ് ആണെങ്കിൽ അട്രോപ്പിൻ അല്ലേ? അട്രോപ്പിൻ അല്ലേ? ആൻഡ് ദ മോർഫിൻ ആണെങ്കിലോ? ആൻഡ് ദ മോർഫിൻ ആണെങ്കിലോ? ദ നാലോസോൺ. ദ നാലോസോൺ. ദ മോർഫിന്റെ ആന്റിഡോട്ട് ആരാ? ദ നാലോസോൺ. കേട്ടുണ്ടല്ലോ. ആൻഡ് ദ പാരസെറ്റമോൾ ആണെങ്കിലോ? പാരസെറ്റമോളിന്റെ ആരാ ആന്റിഡോട്ട്? പാരസെറ്റമോൾ. പാരസെറ്റമോളിന്റെ ആന്റിഡോട്ട് ആണ് എൻ അസറ്റൈൽ സിസ്റ്റീൻ. എൻ അസറ്റൈൽ സിസ്റ്റീൻ അല്ലേ? എൻ അസറ്റൈൽ സിസ്റ്റീൻ അറിയാമല്ലോ, അറിയാമല്ലോ. ആൻഡ് ഹെപ്പാറിന്റെ ആന്റിഡോട്ട് ആരാ? ഹെപ്പാറിന്റെ ആന്റിഡോട്ട്. ഹെപ്പാറിൻ ആരാണ്? ദ പ്രോട്ടമിൻ സൾഫേറ്റ്. ഹെപ്പാറിനാണെങ്കിൽ പ്രോട്ടമിൻ സൾഫേറ്റ് അല്ലേ? ഹെപ്പാറിനാണെങ്കിൽ പ്രോട്ടമിൻ സൾഫേറ്റ്. ആൻഡ് ദ വാർഫാറിന്റെ ആന്റിഡോട്ട് ആരാ? വാർഫാറിന്റെ ആന്റിഡോട്ട് ആരാ? വൈറ്റമിൻ. വൈറ്റമിൻ. വൈറ്റമിൻ എ. 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 ആൻഡ് ദ മഷ്റൂം പോയിസണിങ് ആണെങ്കിലോ? ആൻഡ് ദ മഷ്റൂം പോയിസണിങ് ആണല്ലോ. ഈ പറഞ്ഞ ദ കൂൺ കഴിച്ച് ഒന്ന് കഴിയുന്നുണ്ടാവും കൂടെ. ഇപ്പൊ ഇത് കൊടുക്കൂടെ? അട്രോപ്പിൻ കൊടുക്കും കേട്ടോ. അട്രോപ്പിൻ കൊടുക്കും. അട്രോപ്പിൻ കൊടുക്കും. ആൻഡ് ദ മെഗ്നീഷ്യം സൾഫൈഡ് ആന്റിഡോട്ട് ആരാ?
ആൻഡ് ദ മഗ്നീഷ്യം സൾഫേറ്റ് ആയാലും ഓർ ദ ബീറ്റ ബ്ലോക്കേഴ്സ് ആയാലും ആന്റിഡോട്ട് ആരാ? ദ മഗ്നീഷ്യം സൾഫേറ്റ് ആയാലും ആൻഡ് ദ ബീറ്റ ബ്ലോക്കേഴ്സ് ആയാലും ആന്റിഡോട്ട് ആരാ? ദ കാൽഷ്യം ഗ്ലൂക്കണേറ്റ് അല്ലേ? അല്ലേ? ആൻഡ് ഹൈപ്പർ കലീമിക്ക് എന്ത് കൊടുക്കും? അറിയാം, സ്ഥിരം കൊടുക്കുന്ന സംഭവമുണ്ട്. ഈ ഒരു പേഷ്യന്റ് ഹൈപ്പർ കലീമിയായിട്ട് വരികയാണെങ്കിൽ ഇൻസുലിൻ കൊടുക്കാറുണ്ട്. ഇൻസുലിൻ ആൻഡ് സോഡിയം ബൈകാർബണേറ്റ് ആൻഡ് കാൽഷ്യം ഗ്ലൂക്കണേറ്റ് കൊടുക്കാറുണ്ടോ അവിടെ? ഇൻസുലിനും ആൻഡ് ഡെക്സ്ട്രോസും സോഡിയം ബൈകാർബണേറ്റും കാൽഷ്യം ഗ്ലൂക്കണേറ്റും കൊടുക്കാറുണ്ടോ? ഉണ്ട്. യെസ്. ഇവിടെ ചോദ്യം കൂടെ ചോദിക്കുക, യൂണിവേഴ്സൽ ആന്റിഡോട്ട് ആരാ? ഈ ചോദ്യത്തിൽ ഇനിയും ചോദിക്കുക, യൂണിവേഴ്സൽ ആന്റിഡോട്ട് ആരാ? ദ ചാർക്കോൾ. ചാർക്കോൾ. പഠിക്കുന്നൊക്കെ പഠിക്കും. ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഈ ക്വസ്റ്റ്യൻ എഴുതിയല്ലോ. ഏത് ക്വസ്റ്റ്യൻ എഴുതി? 77 എഴുതിയോ? അത് 78 വയസ്സ്. 78 79 79 ആൻഡ് 80 78 79 80 വരെ എഴുതി. എഴുതിയോ? ട്രാക്ഷൻ, ഇത് മസ്കുലോ സ്കെലറ്റൽ സിസ്റ്റം. എഴുതിയല്ലോ. 20 ചോദ്യം കൂടെ ഉണ്ട്. 20 ചോദ്യം കൊണ്ടിട്ട് പോണം. 1 മണിക്കൂർ കഴിഞ്ഞു. ആൻഡ് 81 നോക്കിയേ. ഞാൻ 81 വായിച്ചേ. സ്പ്ലീനെക്ടമിയുടെ കോംപ്ലിക്കേഷൻ. അറിഞ്ഞിടത്തൊരു വിടുക, പറഞ്ഞു തരും. appendicitis ആണോ, or the pancreatitis ആണോ, or the gastritis, or the cholecystitis? എഴുതിയല്ലോ. നെക്സ്റ്റ് പോട്ടെ. എഴുതി. അടുത്ത 82 വയസ്സ്. 82 വയസ്സ്. റെസ്പിറേറ്ററി സ്ഥിരം ചോദ്യമാണ്. സ്ട്രിഡർ ആണോ, റെയിലാണോ, വീസ് ആണോ ചോദിക്കാറുണ്ട്. അബ്നോർമൽ സൗണ്ട്. എഴുതിയല്ലോ. യെസ്. അടുത്തത് 83.
ചോദ്യം വന്നിരിക്കുന്നത് ഇത് ഹാർട്ട് ഫെയിലിയർ എന്നാണ്. ചോദ്യം വന്നത് ഹാർട്ട് ഫെയിലിയർ. ക്വസ്റ്റ്യൻ കാണാമോ? ക്വസ്റ്റ്യൻ കാണാമോ? യെസ് ഓർ നോ? നോ. യെസ്. ഓപ്ഷൻ wait. കാണാമല്ലോ. യെസ് എഴുതിക്കേ. 83 84 എഴുതിയേ. 83 84 85. അറിഞ്ഞൂടെങ്കിൽ അറിഞ്ഞൂടാ. ഇതുപോലെ ചോദ്യങ്ങൾ ഈ സമയത്ത് കണ്ട കുഴപ്പമില്ലല്ലേ? ഇതുപോലെ ചോദ്യങ്ങൾ ഈ സമയത്ത് കണ്ട് അറിഞ്ഞുകൂടെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഇതുപോലെ ചോദ്യം അത് എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ കാണുമ്പോൾ അന്ന് അറിഞ്ഞുകൂടാന്ന് പറഞ്ഞാൽ പ്രശ്നമല്ലേ? ആലോചിച്ച് നോക്കിയേ. ഇപ്പോഴാണെങ്കിൽ അറിഞ്ഞൂടെങ്കിൽ അറിഞ്ഞൂടാ, കുഴപ്പമില്ല. അപ്പോഴാണെങ്കിൽ അറിഞ്ഞുകൂടെങ്കിൽ അവസ്ഥ ആലോചിച്ച് നോക്കിയേ. ഫസ്റ്റ് 50 ക്വസ്റ്റ്യൻ മൊത്തം ശരിയാക്കിയിട്ട് 50 ക്വസ്റ്റ്യൻ ഫുള്ള് ശരിയായി എഴുതുന്നു. ബാക്കി 50 മറുപടി എന്ത് ചെയ്യൂടെ? ആലോചിച്ച് നോക്കണേ. 50 ക്വസ്റ്റ്യൻ ഫുൾ അറിയാം, 50 ക്വസ്റ്റ്യൻ ഫുൾ അറിയാം, അടുത്ത 50 ഒന്നും അറിഞ്ഞുകൂടെങ്കിൽ അവസ്ഥ വന്നിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അപ്പൊ അപ്പുറം അവസ്ഥ അനുഭവിച്ചിട്ടുണ്ടോ? ആ പറഞ്ഞ അവസ്ഥ അനുഭവിച്ചിട്ടുണ്ടോ? ഒരു 50 ക്വസ്റ്റ്യൻ ഫുൾ അറിയാം, അടുത്ത 50 നോക്കിയപ്പോൾ ഒന്നും അറിഞ്ഞുകൂടാ. ഉണ്ട്, പലർക്ക് അനുഭവമുണ്ട്. ആദ്യത്തെ അനുഭവം നോക്കിയപ്പോൾ ഫുള്ള് ശരിയായിരിക്കും, അങ്ങ് എത്തി വിചാരിക്കും അല്ലേ? പറഞ്ഞ അപ്പോയിന്റ്മെന്റ് കിട്ടിയാലെത്തും. പക്ഷെ അടുത്ത അനുഭവം നോക്കുമ്പോൾ ഒന്നും അറിയാത്ത അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. എഴുതിയല്ലോ 85 വരെ എഴുതിയല്ലോ. 85 ഇൻ ദ ജനറ്റിക് കോഡിൽ നിന്നാണ്. ഇൻ ദ DNA RNA പഠിക്കും. യെസ്. അത് 86 87 88 എഴുതിയേ. 86 87 88 അറിഞ്ഞുകൂടാ അല്ലേ? 84 എഴുതിയില്ലേ? 84 എഴുതിയില്ലേ? ഓക്കെ, എഴുതിയല്ലോ. 84 എഴുതിയല്ലോ. 84 85 86 എഴുതിയല്ലോ. 84 85 86 വരെ. 86 വരെ എഴുതിയോ? 86 എഴുതിയോ? 86 എഴുതിയോ? 86 വരെ എല്ലാരും 86 വരെ. 86 വരെ. ഇത് സമയം
86 എഴുതി. അടുത്ത 87 നോക്കിയേ. അടുത്ത 87, 88, 87, 88. ആസിഡ് ബേസ് ബാലൻസ് അല്ലേ? ആ ചോദ്യം കണ്ടോ? ആസിഡ് ബേസ് ബാലൻസ് അല്ലേ? ആസിഡ് ബേസ് ബാലൻസ് ചാപ്റ്റർ ക്വസ്റ്റ്യൻ അല്ലേ? ആസിഡ് ബേസ് ബാലൻസ് എന്നൊരു ചാപ്റ്റർ ഉണ്ട്. അസിഡോസിസ്, ആൽക്കലോസിസ്, ഹൈപ്പോകലീമിയ, ഹൈപ്പർ കലീമിയ ചോദ്യം വരും. എൺപത്തിയേഴ്, 88 വരെ എഴുതുക. 88 വരെ. 1 മണിക്കൂറും 40 മിനിറ്റുമായി അല്ലേടെ? 1 മണിക്കൂറും 40 മിനിറ്റുമായി മൊത്തം. ഒരു എക്സാമിന് ടോട്ടൽ എത്ര സമയ? ഒരു എക്സാമിന് ടോട്ടൽ എത്ര സമയ? 90 മിനിറ്റ് അല്ലേ? 90 മിനിറ്റ് അല്ലേ? അല്ലേ? ഇവിടെ എത്ര സമയമായി? ഇവിടെ ഇപ്പൊ എത്ര സമയമായി? ഇത്രയും ചോദ്യം എഴുതാൻ വേണ്ടി 1 മണിക്കൂറും 10 മിനിറ്റ് ആയില്ലേ? 1 മണിക്കൂർ 10 മിനിറ്റ് ആയില്ലേ? 1 മണിക്കൂറും 10 മിനിറ്റ് ആയി. അപ്പോൾ തന്നെ മനസ്സിലാക്കുക, നിങ്ങളുടെ ഇത് ലെവൽ മനസ്സിലാക്കാം. ആദ്യമായോടെ സ്പീഡ് കൂട്ടാൻ തോന്നും. എഴുതിയല്ലോ. 88 എഴുതിയല്ലോ. 88 വരെ എഴുതിയല്ലോ. IV ഫ്ലൂയിഡ് ചോദ്യമാണ്. IV ഫ്ലൂയിഡ് എഴുതി. അടുത്തോട്ട് പോട്ടല്ലോ. അടുത്ത ക്വസ്റ്റ്യനോട്ട് പോവാല്ലോ. 89 ചോദ്യത്തിലോട്ട് പോവാല്ലോ. 89 ചോദ്യത്തിലോട്ട് പോവുകയാണേ. വായിച്ചേ 89 വായിച്ചേ. അത് 89 എഴുതിയേ. 89 എഴുതിയല്ലോ. അടുത്ത പോട്ടെ. 90, 91. അടുത്ത ക്വസ്റ്റ്യൻ 90 ആൻഡ് 91 എഴുതിയേ. അടുത്ത ചോദ്യം 90ഉം 91 വരെ എഴുതിയേ. സ്ഥിരം കേരള ചോദ്യമാണ്. ഫസ്റ്റ് 24 മണിക്കൂർ ശേഷം മെക്കോണിയം പാസ് ചെയ്തില്ലെങ്കിൽ അത് എന്ത് കണ്ടീഷനാണ്? സ്ഥിരം കേരള ചോദ്യമാണ്. ഫസ്റ്റ് 24 മണിക്കൂർ ആഫ്റ്റർ ബർത്തിന് ശേഷം ഇത് മെക്കോണിയം പാസ് ചെയ്തില്ലെങ്കിൽ എന്ത് ഡിസീസ് ആണ്? ഇൻഡു സസെപ്ഷൻ ആണോ, ഓർ ദ ഇസ്ബർഗർ ഡിസീസ് ആണോ, ഓർ ദ സീലിയക് ഡിസീസ് ആണോ, ഓർ ദ അബ്ഡോമൻ ദ വാൾ ഡിഫക്റ്റ് ആണോ? അറിയാമായിരിക്കും ഉത്തരം. എഴുതിയോടെ 91 എഴുതിയോടെ. 91 എഴുതിയോടെ. എഴുതി. ഇല്ല എല്ലാരും
യെസ് യെസ് 92 93 94 എഴുതിയേ 92 93 94 in the depression is the deficiency of Kerala BC previous ചോദ്യം. ഈ ചോദ്യം കണ്ടിട്ടുണ്ടോ? ഈ ചോദ്യം കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? സൈക്കാട്രി പഠിക്കും. ഈ പറഞ്ഞ ഇന്ത്യ ഡിപ്രഷന്റെ ഡെഫിഷ്യൻസി ഏതാ? ഈ ചോദ്യം സ്ഥിരമായിട്ട് കേരള പീസ് ചോദ്യമാണ്. ഏതാണ് ഉത്തരം? ഇത് പറയാൻ പറ്റും? ആർക്കെയും പറയാൻ പറ്റും? ഇത് ഡിപ്രഷൻ എന്ന് പറയുന്നത് അത് ഏതിന്റെ ഡെഫിഷ്യൻസിയാണ്? പറഞ്ഞേ. അപ്പൊ ഇന്ത മേനയാണെങ്കിലോ? അപ്പൊ ഇന്ത മേനയാണെങ്കിലോ? മേനിയ ഏതിന്റെ ഡെഫിഷ്യൻസിയാ? മേനിയ ഏതിന്റെ ഡെഫിഷ്യൻസിയാ? എഴുതിയോ? 92 and 93 and 94. And the 94th question, the nursing foundation question അല്ലേ? അല്ലേ? And the 94ാമത്തെ ചോദ്യം the foundation of nursing എന്നല്ലേ? is orientation phase and the termination phase and the working phase. എഴുതിയോടെ? എഴുതിയല്ലോ. ഇത്ര എഴുതിയല്ലോ. എല്ലാം എഴുതിയല്ലോ. സ്പീഡ് കൂടിയേ പറ്റത്തുള്ളൂ. ഇപ്പൊ എക്സാം ഞാൻ വന്നിരുന്നിട്ട് ഇതാണ് ക്വസ്റ്റ്യൻ, ഇതാണ് ഫസ്റ്റ് ഓപ്ഷൻ, സെക്കൻഡ് ഓപ്ഷൻ ഇതാണ് തേർഡ് ഓപ്ഷൻ, ഇതാണ് ഫോർത്ത് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഉണ്ടാകത്തില്ല. വായിച്ച് സ്പീഡ് കൂട്ടുക. എഴുതിയല്ലോ ഇവിടെ? വായിച്ച് സ്പീഡ് കൂട്ടുക. എഴുതിയല്ലോ. 95 and 96 എഴുതിയേ. and 95 and 96 എഴുതി. 95 96 സൈക്യാട്രി ക്വസ്റ്റ്യൻ ആണ്. അത് എക്സാം കണ്ടിരിക്കുമ്പോഴേ 6-7 മാസം കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ എക്സാം കണ്ടിരിക്കുമ്പോ ഈ പറഞ്ഞ ഓരോ ചോദ്യം വായിക്കുമ്പോൾ ഈ സൗണ്ട് ഓർമ്മ വരും. അത് എഴുതിയോ ഇത് ചോദ്യം ഓർമ്മ വരും. ഓരോ ചോദ്യം എഴുതി കഴിയുമ്പോഴും ഒരു ശബ്ദം ഉള്ളിൽ കേൾക്കും. അത് എഴുതി ഒന്ന് വായിച്ചു നോക്കണം. എഴുതിയോടെ? 96 എഴുതിയോ? 96 എഴുതിയോടെ? നഴ്സറി പിള്ളേരെ പിടിച്ചിരുത്തി എക്സാം എഴുതിപ്പിക്കുന്ന അവസ്ഥയാണ്. 97 98 99 എഴുതിയേ? 97 98 99 ടഫ് അല്ലേ? അത് കണ്ടോ?
ഇവിടെ ഏറ്റവും അവസാനത്തിൽ ടഫായില്ലേ? ഏറ്റവും അവസാനം എത്തിയപ്പോ കുറച്ച് ടഫായില്ലേ? ഏറ്റവും അവസാനത്തിലോട്ടെത്തി കുറച്ച് ടഫായുണ്ടോ? ആദ്യം എളുപ്പമായിരുന്നു. ഒന്നും അറിയാത്തത് ആ സൈഡിൽ എഴുതുക, ഒന്നും അറിഞ്ഞു എഴുതുക കേട്ടോ. ഒന്നും അറിഞ്ഞുകൂടാത്ത കാര്യം സാർ എനിക്ക് അറിഞ്ഞുകൂടാ, സൈഡിൽ ഒന്ന് മാർക്ക് ചെയ്യുക. അവസാന ചോദ്യം, 50-ാമത്തെ ചോദ്യം. 50 പറയുമ്പോൾ 100-ാമത്തെ ചോദ്യത്തിൽ. ഓക്കെ, കംപ്ലീറ്റ് ആയല്ലോ. ഓക്കെ, കംപ്ലീറ്റ് ആയല്ലോ. എല്ലാവരും കറക്റ്റ് 100 ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയല്ലോ. കറക്റ്റ് 100 ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയല്ലോ. അപ്പോൾ ഇത് മുമ്പ് എഴുതിയ പേപ്പറിന്റെ കൂടെ തന്നെ എഴുതി എല്ലാവരും? ഇത് മുമ്പ് എഴുതിയ പേപ്പറിലല്ലേ എല്ലാം എഴുതിയത്? ഇത് തൊട്ട് മുമ്പ് എഴുതിയ പേപ്പറിലല്ലേ എല്ലാവരും എഴുതിയത്? സോ ഇനി എനിക്ക് അയക്കും. ഇനി എന്റെ സ്റ്റഡി ഗ്രൂപ്പിൽ ഈ പറഞ്ഞതിന്റെ ക്ലാസ് കഴിഞ്ഞ ശേഷം ആ ഫസ്റ്റ് 100 സെറ്റ് ക്വസ്റ്റ്യൻ അയക്കുക. ഓക്കെ, ഇപ്പൊ എക്സാം എഴുതി കുറച്ച് ഇത് കിട്ടിയോ? എക്സാം എഴുതിയപ്പോ കുറച്ച് എന്താ പഠിക്കണം ആഗ്രഹം വന്നോ? എക്സാം എഴുതിയപ്പോ കുറച്ച് പഠിക്കണം എന്നാഗ്രഹം വന്നോ ആർക്കെങ്കിലും? വന്നോ? കാരണം ഏറ്റവും അവസാനത്തിന് കുറെ ക്വസ്റ്റ്യൻ അറിഞ്ഞൂടല്ലേ? ഏറ്റവും അവസാനത്തിന് കുറച്ച് ക്വസ്റ്റ്യൻ ഒരു 10-20 ക്വസ്റ്റ്യൻ അറിഞ്ഞൂടാ. അവസാനം എത്തിയപ്പോൾ ഒരു 10-20 ക്വസ്റ്റ്യൻ എവിടെ കണ്ടിട്ട് പോലും ഇല്ല അല്ലേ? ഒരു സ്റ്റഡി നോട്ട് ആയാലും ഒരു ടെക്സ്റ്റ് ബുക്ക് ആയാലും അവസാനം കണ്ട ഒരു 20 ചോദ്യം കണ്ടിട്ടില്ല. സത്യസന്ധമായ കാര്യം, 20 ചോദ്യം അവസാനത്തത് ഇതുവരെ കണ്ടിട്ടില്ല അല്ലേ? നമ്മൾ കാണും. ഓക്കെ, നമ്മൾ ഇനി എന്തെല്ലാം കാണും. ഓക്കെ, അപ്പൊ എല്ലാം എനിക്ക് അയച്ചേക്കുക, സ്റ്റഡി ഗ്രൂപ്പിലേക്ക് എല്ലാം പോസ്റ്റ് ചെയ്തേക്കുക. സോ നമുക്ക് അടുത്ത ക്ലാസ് ഇൻ ദ തിയറിയുമായി കാണാം. നെക്സ്റ്റ് ക്ലാസ് ടുമാറോ. ഓക്കെ, അടുത്ത ക്ലാസ് ടുമാറോ ഇൻ ദ തിയറിയുമായി കാണാം. ഓക്കെ, അയച്ചേക്കോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു.
താങ്ക് യു.